ഇപ്പോൾ ശബരിമല സ്വർണ്ണക്കൊള്ള കേസിന്റെ അന്വേഷണം മന്ദഗതിയിലാണ് എന്ന് തുടക്കം മുതലേ പരാതി ഉണ്ടായിരുന്നു. അതിലിപ്പോൾ ഏറ്റവും ഒടുവിലായിട്ട് അറസ്റ്റിലായ തന്ത്രിക്കും ജാമ്യം ലഭിച്ചു. പക്ഷെ ഇതിന് മുന്നേ ഉള്ളവരുടെ ജാമ്യമെല്ലാം സ്വാഭാവിക ജാമ്യമായിരുന്നു. കുറ്റപത്രം സമർപ്പിക്കാതിനെ തുടർന്ന് അവർക്ക് സ്വാഭാവിക ജാമ്യം ലഭിക്കുകയായിരുന്നു. എന്നാൽ തന്ത്രിക്കെതിരെ തെളിവുകളില്ലായിരുന്നത് കൊണ്ട് അറസ്റ്റ് ചെയ്യുമ്പോഴേ പറഞ്ഞിരുന്നു തന്ത്രിക്കെതിരെ വ്യക്തമായ തെളിവുകളില്ല. പകരം മന്ത്രിയെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഈ തന്ത്രിയെ അറസ്റ്റ് ചെയ്യിപ്പിച്ചു. കാരണം അതിൽ മറ്റൊരു കാര്യമുണ്ട്. നമ്മുടെ ഒരു പൊതുസമൂഹത്തിൽ ഒരു ബ്രാഹ്മണിക്കൽ ഹെജിമണിക്കെതിരെയുള്ള ഒരു വികാരമുണ്ടല്ലോ. അപ്പോൾ ഈ ബ്രാഹ്മണർക്കെതിരെ, അതായത് പ്രത്യേകിച്ച് ഈ തന്ത്രിമാർക്കെതിരെ ഒരു സാധാരണ ജനങ്ങളിൽ ഒരു വികാരം ഉയർത്തിവിടാൻ, കാരണം ഇവരെല്ലാം നാട്ടുകാരെ പറ്റിച്ച് ജീവിക്കുന്നവരാണ് എന്ന ഒരു വികാരം ഉണർത്തിവിടാൻ ഈ തന്ത്രിയുടെ അറസ്റ്റ് കൊണ്ട് അത് ചർച്ച വേറൊരു തലത്തിലേക്ക് വഴിതിരിച്ചു വിടാൻ സാധിക്കും. അതായത് അവിടുത്തെ ദേവസ്വം ബോർഡ് അംഗങ്ങളെയോ അവിടുത്തെ ഉദ്യോഗസ്ഥന്മാരെയോ പോലെ അല്ല, അവരുടെ അറസ്റ്റ് ബാധിക്കുന്നത് പോലെയല്ല ഒരു തന്ത്രിയുടെ അറസ്റ്റ് ബാധിക്കുന്നത്. അപ്പോ സ്വാഭാവികമായിട്ടും ഈ അന്വേഷണം കടകംപള്ളിയിൽ, ഈ ചോദ്യം ചെയ്യൽ കടകംപള്ളിയിൽ എത്തുകയും അതിനുശേഷം പിന്നെ വാസവനിലേക്ക് ഈ അന്വേഷണം നീങ്ങാനും പിന്നെ പി പ്രശാന്ത് അവരുടെ PS പ്രശാന്തിലേക്കും എല്ലാം ചോദ്യം ചെയ്യലും അന്വേഷണവും നീങ്ങാണ്ട ആ ഒരു സാഹചര്യത്തിലാണ് പെട്ടെന്ന് ഈ തന്ത്രിയുടെ അറസ്റ്റ് ഉണ്ടാകുന്നത്. അപ്പോൾ ആ അറസ്റ്റ് ഉണ്ടാകുന്ന സമയത്ത് തന്നെ പറയുമായിരുന്നു വ്യക്തമായ തെളിവുകൾ തന്ത്രിക്കെതിരെ, അതായത് ഒരു അറസ്റ്റിൽ പാലിക്കേണ്ട നടപടികളൊന്നും പാലിക്കാതെ തന്നെയായിരുന്നു ഈ തന്ത്രിയുടെ അറസ്റ്റ് നടന്നത് എന്നെല്ലാം ആരോപണങ്ങളുണ്ടായിരുന്നു. ഇപ്പോൾ തന്ത്രിക്ക് ജാമ്യവും ലഭിച്ചു. അങ്ങനെയാണെങ്കിൽ ഇപ്പോ തന്ത്രിയെയും അറസ്റ്റ് ചെയ്തു, പത്മകുമാറിനെ അറസ്റ്റ് ചെയ്തു, മുരാരി ബാബു, വാസു, ഇവർക്കൊന്നും ജാമ്യം ലഭിച്ചിരുന്നില്ല. പക്ഷെ തന്ത്രിക്ക് ജാമ്യം ലഭിച്ചു. കോടതിക്ക് ഇത് അറിയില്ലേ? യഥാർത്ഥത്തിൽ ആ ജാമ്യം ലഭിക്കാൻ തന്ത്രി അർഹനായതുകൊണ്ടല്ലേ തന്ത്രിക്ക് ജാമ്യം ലഭിച്ചത്. അപ്പോ 41ാമത്തെ ദിവസമായപ്പോഴേക്കും തന്ത്രിക്ക് ജാമ്യം കിട്ടി, കോടതി കൊടുത്തു. മറ്റവർക്ക് കോടതിയിൽ നിന്ന് സ്വാഭാവിക ജാമ്യമാണ് കിട്ടിയത്, അല്ലാതെ ഒരു ജാമ്യം കോടതിയിൽ നിന്ന് കിട്ടിയിരുന്നില്ല. അപ്പൊ അത് വെച്ച് നോക്കുമ്പോൾ തന്നെ കോടതി എന്തായാലും ഈ സ്വർണ്ണക്കൊള്ള കേസിൽ ശക്തമായ നിലപാടാണ് കൈക്കൊണ്ടത്. SITയോട് കോടതി ഓരോന്ന് എണ്ണി പറഞ്ഞ് ഈ തെളിവുകൾ സഹിതം കൊടുക്കുകയാണ്. ഇന്ന കാര്യങ്ങൾ നോട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്, അതിനെ ബേസ് ചെയ്ത് അന്വേഷണം നടത്തൂ, ചോദ്യം ചെയ്യൽ നടത്തൂ എന്ന് കോടതി പുറകെ നിന്ന് ഇങ്ങനെ പറഞ്ഞിട്ടും SITയുടെ ഒരു നിലപാട് ഇത് എന്ത്, അവരവരുടെ തോന്നിയ, കാരണം സർക്കാർ SITയുടെ അന്വേഷണത്തെ നിയന്ത്രിക്കുന്നു എന്ന ഒരു ആരോപണം വളരെ ശക്തമായിരുന്നു. അപ്പൊ ഇപ്പൊ ഈ ജാമ്യം കിട്ടിക്കഴിഞ്ഞപ്പോൾ ഉള്ള നിലപാടും P രാജീവ് ഇപ്പൊ രംഗത്ത് നിന്നിട്ടുണ്ട്. ഇത് ഈ കേസിനെ ബാധിക്കും തന്ത്രിക്ക് ജാമ്യം കൊടുത്തത് എന്ന് പറഞ്ഞ് വാദിച്ചുകൊണ്ടെത്തിയിരിക്കുന്നു. അപ്പോൾ നേരത്തെ പത്മകുമാറിന്റെ മൊഴികളുടെ അടിസ്ഥാനത്തിലാണ് കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്തത്. PS പ്രശാന്തിനെ ചോദ്യം ചെയ്തതെല്ലാം പത്മകുമാറിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ. പത്മകുമാറിനെതിരെ തെളിവുകൾ ഉള്ളത് കൊണ്ടാണ് അയാൾ അറസ്റ്റ് ചെയ്തത്. എന്നിട്ടും പാർട്ടി ഒരു നടപടി അദ്ദേഹത്തിനെതിരെ ഉണ്ടായിരുന്നില്ല. എന്നിട്ടും ഇപ്പോൾ അവർക്കെല്ലാം സ്വാഭാവിക ജാമ്യം, കുറ്റപത്രം സമർപ്പിക്കാത്തതിനെ തുടർന്ന് സ്വാഭാവിക ജാമ്യം ലഭിച്ചപ്പോൾ പോലും ഇവരാരും വായ തുറന്നിട്ടില്ല. എന്തുകൊണ്ട് കുറ്റപത്രം സമർപ്പിക്കാൻ കഴിഞ്ഞില്ലെന്നോ ഉള്ള രീതിയിലൊന്നും, അതായത് അവർക്കെല്ലാം അനുകൂലമായിട്ടുള്ള പ്രതികരണങ്ങൾ. പക്ഷെ ഇപ്പൊ തന്ത്രിക്ക് ജാമ്യം ലഭിക്കുമ്പോൾ രാഷ്ട്രീയപരമായും എല്ലാം അതിനെതിരെ വിമർശനം, കോടതിക്കെതിരെയാണ് വിമർശനം ഉയരുന്നതെന്ന് ആലോചിക്കണം. ഈ സ്വർണ്ണക്കൊള്ള കേസിൽ ഈ കേസ് അന്വേഷണത്തിന് വരാൻ തന്നെ കാരണം കോടതിയാണ്. അല്ലേ ചേച്ചി, ഇതിൻ്റെ അകത്തൊരു കാര്യമുണ്ടല്ലോ. ആദ്യം മുതൽ ശബരിമല സ്വർണ്ണക്കൊള്ളയുടെ കേസ് SIT അന്വേഷണവുമായി മുന്നോട്ട് പോകുമ്പോൾ ഞാൻ ആദ്യം മുതൽ പറഞ്ഞൊരു സ്റ്റാൻഡ് ഉണ്ടായിരുന്നു. SIT എന്ന് പറയുന്നത് നമ്മൾ എന്തൊക്കെ തർക്കിച്ചാലും ആഭ്യന്തര വകുപ്പിന്റെ കീഴിലുള്ള പോലീസാണ്. അവരിൽ സമ്മർദ്ദം ചെലുത്താൻ ഈ പറയുന്ന ഭരണപക്ഷത്തിന് കഴിയുന്നു. അന്ന് ചേച്ചി എതിർത്തു, അങ്ങനെയല്ല, SIT നന്നായി മുന്നോട്ട്. ഞാൻ ആദ്യമേ ചേച്ചിയോട് ആ സംശയം പറഞ്ഞിരുന്നു. കാര്യം ആഭ്യന്തര വകുപ്പിന്റെ കീഴിലുള്ള പോലീസാണ്. പ്രതിപക്ഷ നേതാവ് അടക്കം പല ആവർത്തി പറയുന്നുണ്ടായിരുന്നു പലരെയും ഈ ഭരണപക്ഷം സ്വാധീനിക്കുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പോഴെല്ലാം ഹൈക്കോടതി വടിയെടുക്കുമ്പോൾ മാത്രമാണ് SIT ശരിയായ ദിശയിൽ പോയിട്ടുള്ളത്. ആദ്യം ഈ കേസ് വരുമ്പോൾ PS പ്രശാന്ത് അടക്കം എന്താണ് പറഞ്ഞത്? ഇതങ്ങനെ വലിയ വിഷയമൊന്നും അല്ല എന്ന് പറയുകയും അതിന് തൊട്ടു പിന്നാലെ രണ്ടാമത് ഈ വിഷയം അല്ലെങ്കിൽ കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് പോകുമ്പോൾ ആരാണ് ഇടപെട്ടത്? ഹൈക്കോടതി ഇടപെട്ടാണ് SITയോട് എന്താണ് ഊർജ്ജമായി അന്വേഷിക്കണം എന്ന് പറയുന്നതാണ് ഹൈക്കോടതിയാണ്. അതിന് തൊട്ടു പിന്നാലെ ഓരോ തവണയും ഹൈക്കോടതിയാണ് ചോദിക്കുന്നത്, എന്താണ് ഉന്നതന്റെ അറസ്റ്റ് ഉണ്ടാകാത്തത്, എന്തുകൊണ്ടാണ് കേസ് മന്ദഗതിയിൽ പോകുന്നത്? തെരഞ്ഞെടുപ്പ് സമയമായപ്പോൾ ഈ കേസ് ഏകദേശം ഫുൾ സ്റ്റോപ്പ് ഇട്ട രീതിയായിരുന്നു SITയുടേത്. ആ നിലപാടിനെ ചോദ്യം ചെയ്തത് ഹൈക്കോടതിയാണ്. അതുപോലെ തന്നെ ഈ പറയുന്ന UDFന്റെ അല്ലെങ്കിൽ കോൺഗ്രസിന്റെ നേതാക്കൾക്കൊപ്പം ചിത്രമുണ്ട് എന്ന് പറഞ്ഞ് വലിയ വിവാദങ്ങൾ ഉണ്ടാകുന്നു.
അതൊക്കെ ഒരു വശത്ത് നിൽക്കുമ്പോഴാണ് ഈ പറഞ്ഞ തന്ത്രിയുടെ അറസ്റ്റ് ഉണ്ടാകുന്നത്. അന്നത്തെ ദേവസ്വം വകുപ്പ് അല്ലെങ്കിൽ ഈ ഒന്നാം പിണറായി സർക്കാരിന്റെ ദേവസ്വം വകുപ്പ് മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രനെയും PS പ്രശാന്തിനെയും ചോദ്യം ചെയ്യുന്നത് വളരെ രഹസ്യ സ്വഭാവമുള്ള ചോദ്യം ചെയ്യലായിരുന്നു. മാധ്യമങ്ങൾക്ക് പോലും ആ വിവരം കിട്ടിയത് വളരെ ദിവസം കഴിഞ്ഞിട്ടാണ് അറിയുന്നത് ഇങ്ങനെ ഒരു ചോദ്യം ചെയ്യൽ നടന്നു. ഈ പറയുന്ന പത്മകുമാർ മൊഴി കൊടുത്ത് 1 മാസത്തിന് ശേഷമാണ് SIT ചോദ്യം ചെയ്തത്. അവിടെയും ഒരു സംശയം അന്നേ ഞാൻ പറഞ്ഞു ചേച്ചിയോട്. ആ കാര്യങ്ങളൊക്കെ കഴിയുന്നു. അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്യുമെന്ന് എന്താണ് മാധ്യമങ്ങൾക്ക് മുന്നിൽ അല്ലെങ്കിൽ ചാനൽ ചർച്ചകൾ CPM-ന്റെ അല്ലെങ്കിൽ ഇടത് സഹയാത്രികർ അടക്കം പറഞ്ഞില്ലേ? നിയമസഭയിൽ നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി പറയുന്നു സോണിയാഗാന്ധിയുടെ വീട്ടിൽ റെയ്ഡ് നടത്തണം, സോണിയാഗാന്ധിയെ ചോദ്യം ചെയ്യണമെന്ന്. എന്തിന്? ഒരു ഫോട്ടോഗ്രാഫിന്റെ പേരിലാണ്. അല്ല, ഇവിടെ ദേവസ്വം മന്ത്രിയായിരുന്ന ആൾക്കാരെ ചോദ്യം ചെയ്യേണ്ട, അവർക്ക് ഇതിലൊരു ഉത്തരവാദിത്വമില്ല. ദേവസ്വം മന്ത്രി BN വാസവൻ എന്താ പറഞ്ഞത്? മന്ത്രിക്ക് ഇതിൽ യാതൊരു ഉത്തരവാദിത്വമില്ല, ബോർഡാണ് ഇതെല്ലാം തീരുമാനിക്കുന്നത്. പിന്നെ എന്തിനാണ് അങ്ങനെ ഒരു മന്ത്രിസ്ഥാനവും അങ്ങനെ ഒരു വകുപ്പും? അതിന്റെ ആവശ്യമില്ലല്ലോ. അല്ല, അതിന്റെ അകത്ത് മറ്റൊരു വിഷയം ഉണ്ടല്ലോ. അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്യുന്നതിന് മുമ്പ് ഇടത് അല്ലെങ്കിൽ CPM-ന്റെ സഹയാത്രികരടക്കം അല്ലെങ്കിൽ CPM-ലെ നേതാക്കളടക്കം ചാനൽ ചർച്ചകൾ വന്നിരുന്ന് പറഞ്ഞു അടുത്ത അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്യും. അപ്പൊ ഇവരെങ്ങനെ അറിഞ്ഞു? കടകംപള്ളി സുരേന്ദ്രനെയും PS പ്രശാന്തിനെയും ചോദ്യം ചെയ്തപ്പോ 2 ദിവസം വരെ രഹസ്യമായിരുന്ന കാര്യം അടുത്ത അടൂർ പ്രകാശിനെയാണ് ചോദ്യം ചെയ്യുന്നതെന്ന് ഇവർ അറിയുമ്പോൾ SIT-ൽ ഇവർക്ക് അത്രത്തോളം സ്വാധീനമുണ്ട് അല്ലെങ്കിൽ അത്രത്തോളം സ്വാധീനം ചെലുത്താൻ ഭരണപക്ഷത്തിന് കഴിയുന്നുണ്ടെന്നുള്ള യാതൊരു സംശയമില്ലല്ലോ. അല്ല, ഈ അന്വേഷണത്തിന്റെ ഒരു പോക്ക് ഈ CPM-കാർ പറയുന്നത് കേട്ടാൽ അറസ്റ്റിലായവരുമായി ആരൊക്കെ സെൽഫി എടുത്തിട്ടുണ്ടോ അവരെല്ലാം ചോദ്യം ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കൂടെ ഒപ്പമുള്ള ഫോട്ടോയും അയാൾ എടുത്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ആദ്യം മുഖ്യമന്ത്രി പിണറായി വിജയനെ ചോദ്യം ചെയ്യണ്ടേ? അപ്പൊ അവിടെയില്ല, സോണിയാഗാന്ധിയെ ചോദ്യം ചെയ്യണമെന്നാണ് ഇവരുടെ ആവശ്യം. പിന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ, ഈ ഒരു കാര്യം സഭയിൽ V ശിവൻകുട്ടി ആവശ്യപ്പെടുകയാണ്. കഴിഞ്ഞ ദിവസം ഞാൻ കണ്ടൊരു വീഡിയോ. അപ്പൊ ഏത് മാധ്യമ പ്രവർത്തകൻ ചോദിക്കുകയാണ് സോണിയാഗാന്ധിയുടെ വീട്ടിൽ റെയ്ഡ് നടത്തണമെന്ന് താങ്കൾ ആവശ്യപ്പെട്ടില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഞാനങ്ങനെ ആവശ്യപ്പെട്ടിട്ടില്ല, സോണിയാഗാന്ധിയുടെ വീട് റെയ്ഡ് ചെയ്യണമെന്ന് ഞാൻ ആവശ്യപ്പെട്ടിട്ടില്ല, ചോദ്യം ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടത്. അപ്പൊ ആ വീഡിയോയിൽ തന്നെ സഭയിൽ പറയുന്ന ആ ഭാഗം അവർ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ പറഞ്ഞ മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ഈ അഭിപ്രായം മാറ്റി പറയുന്നത് എന്ത് സിൻഡ്രോമാണെന്ന് അറിയില്ല. തെരഞ്ഞെടുപ്പ് സമയമാണല്ലോ, അഭിപ്രായങ്ങളും നിലപാടുകളൊക്കെ മാറ്റുന്നതിൽ പ്രശ്നമില്ലല്ലോ. ചേച്ചി, ഇനിയിപ്പോ തന്ത്രി അറസ്റ്റ് ചെയ്തു. അന്ന് എല്ലാവരും അല്ലെങ്കിൽ കേരളം മുഴുവനായി പറഞ്ഞൊരു കാര്യമുണ്ടായിരുന്നു, തന്ത്രിയിലേക്ക് കേസ് ഒതുങ്ങും, തന്ത്രി കഴിഞ്ഞാൽ അടുത്തൊരാളിലേക്ക് ഈ കേസ് പോകില്ല. അത് കഴിഞ്ഞിട്ട് ഈ അന്വേഷണത്തെ കുറിച്ച് യാതൊരു അനക്കവുമില്ല. തന്ത്രി അറസ്റ്റ് ചെയ്തോടെ കഴിഞ്ഞു എന്നൊരു, അതായത് മന്ത്രി രക്ഷിക്കാൻ തന്ത്രിയെ ബലിയാടാക്കുന്ന ഒരു ഇതാണ് എന്നുള്ള പലരും പറഞ്ഞിരുന്നു. ചേച്ചി, തന്ത്രി അറസ്റ്റ് ചെയ്തതിനു ശേഷം അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്തിട്ടുണ്ട്, PS പ്രശാന്തിനെ ചോദ്യം ചെയ്യുമെന്ന് പറയുന്നുണ്ടായിരുന്നു. കടകംപള്ളി സുരേന്ദ്രന്റെ പേര് എവിടെയും പറഞ്ഞിട്ടില്ല. അപ്പൊ തന്ത്രിയെ ഇരയാക്കിക്കൊണ്ട്, തന്ത്രി എന്താണ് വിശുദ്ധനാണ് അല്ലെങ്കിൽ തന്ത്രി തെറ്റ് ചെയ്തിട്ടില്ല എന്നൊന്നൊരു അഭിപ്രായം എനിക്കില്ല. തന്ത്രി ഒന്നെങ്കിൽ തന്ത്രി അറിഞ്ഞുകൊണ്ട് ഇതിനെ സപ്പോർട്ട് ചെയ്തു, അല്ലെങ്കിൽ തന്ത്രി ഇവർ കുടുക്കി. ഇത് രണ്ടിൽ ഏതോ ഒരു യുവതീ പ്രവേശന വിഷയവുമായി ബന്ധപ്പെട്ട് സർക്കാരിന് തന്ത്രിയോട് കുറച്ച് നീരസമുണ്ട് എന്ന് തന്നെയാണ് പലരും പറയുന്നത്. അപ്പോ ആ ഒരു കാര്യം പരിശോധിച്ചാൽ ഈ തന്ത്രിയുടെ ഈ ഒരു അറസ്റ്റ് അത് ട്രാപ്പിലാക്കുന്നത് തന്നെയാണ്. അതിലൂടെ ഈ ചർച്ചയുടെ വഴി തിരിച്ചുവിടാൻ സാധിക്കും. മന്ത്രി അവിടെ രക്ഷപ്പെടും. അന്വേഷണം വേറൊരു റൂട്ടിലേക്ക് അവർക്ക് SIT ശബരിമല സ്വർണ്ണക്കൊള്ളയുടെ വിഷയത്തിൽ എന്ത് നിലപാടാണ് ഇപ്പൊ കൈക്കൊണ്ടിരിക്കുന്നതെന്ന് അറിയില്ല. കാര്യം തന്ത്രി കഴിഞ്ഞു, കുറ്റപത്രം സമർപ്പിക്കാതെ ജാമ്യത്തിൽ ഇറങ്ങുന്നു. ഇതെല്ലാം നടക്കുമ്പോൾ ആഗോള അയ്യപ്പ സംഗമത്തിന്റെ വെട്ടിപ്പുകളും തട്ടിപ്പുകളും ഒക്കെ എല്ലാം പുറത്തു വരുന്നുണ്ട്. എന്തൊക്കെ ശ്രദ്ധ തിരിക്കാൻ വേണ്ടിയിട്ട് എന്തെല്ലാം ഉടായ്പകൾ കാണിച്ചാലും ഇവരുടെ എല്ലാ പ്രവൃത്തികളും സമൂഹത്തിന്റെ മുന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അതിന് എന്താണോ കർമ്മഫലമാണെന്നാണോ ഇനി അയ്യപ്പന്റെ ശക്തിയാണോ എന്തായാലും ശരി, ഇവർക്ക് അധിക കാലമൊന്നും ഈ കള്ളത്തരം മൂടിവെച്ച് നടക്കാൻ പറ്റില്ല.